നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളിൽ വിവാദം. മന്ത്രിക്ക് ഉന്തിനും തള്ളിനുമിടെ കൈക്ക് പരിക്കേറ്റെന്ന അവകാശവാദങ്ങൾ പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാനെത്തിയ മന്ത്രിക്ക് മുന്നിൽ 3 KSU പ്രവർത്തകർ കരിങ്കൊടി വീശിയതോടെയാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. എന്തിനാടാ ഞാൻ രാജിവെക്കേണ്ടത് എന്ന് ചോദിച്ച് മന്ത്രി പ്രതിഷേധക്കാർക്ക് നേരെ രോഷാകുലയായി പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസുകാർ മന്ത്രിയെ തടയാൻ ശ്രമിക്കുകയും പ്രതിഷേധക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. പ്ലാറ്റ്ഫോമിൽ വെച്ച് പ്രതിഷേധക്കാർ മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നാണ് കോൺഗ്രസ് വാദം. പ്രതിഷേധക്കാരെ നീക്കിയതിനു ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ച മന്ത്രി ചിരിച്ച മുഖത്തോടെയാണ് നടന്നത്. കൈക്കേറ്റ പരിക്കിനെക്കുറിച്ച് അപ്പോൾ സൂചിപ്പിച്ചിരുന്നില്ല. എന്നാൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ വന്നതിന് പിന്നാലെ മന്ത്രിയുടെ ഭാവം മാറിയതായും ഫോൺ വെച്ച ശേഷം കഴുത്തിനും കൈക്കും വേദനയാണെന്ന് അറിയിച്ചതായും ദൃശ്യങ്ങളിൽ കാണാം. സ്പീക്കർ AN ഷംസീർ കൂടി ഇടപെട്ട് പരിക്കിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ശ്രമം നടന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. സാധാരണ പോലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങിയ മന്ത്രി മിനിറ്റുകൾക്കകം ആശുപത്രിയിലേക്ക് പോയത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചു. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു എന്ന CPM പ്രചാരണത്തെ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുന്നുണ്ട്. മന്ത്രിക്ക് സംഭവസ്ഥലത്ത് വെച്ച് കൈക്ക് പരിക്കേറ്റിട്ടില്ലെന്നും രാഷ്ട്രീയ നാടകമാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഉന്തും തള്ളിനുമിടയിൽ തനിക്ക് പരിക്കേറ്റതായി മന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ മന്ത്രി തൻ്റെ പരിക്കിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാം. കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, കയ്യിൽ ഒരു മുറിവുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ ഇടത് കൈത്തണ്ടയ്ക്ക് സമീപം കറുത്ത പാട് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. എന്നാൽ ഇത് പരിക്കല്ലെന്നും വെറും പ്രചാരണം മാത്രമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ ഖണ്ഡിക്കുന്നതാണ് ഇന്ന് രാവിലെ കണ്ണൂർ കല്യാട് നടന്ന ചടങ്ങിലെ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ KK ശൈലജ ടീച്ചർക്കൊപ്പം വേദിയിലിരിക്കുന്ന മന്ത്രി വീണ ജോർജിന്റെ കയ്യിൽ അതേ പാട് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. വേദിയിൽ വെച്ച് മന്ത്രി പ്രസംഗിക്കുമ്പോഴും ഈ മുറിവ് ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ട്. അതേസമയം KSU പ്രവർത്തകർ മന്ത്രിയുടെ കൈ പിടിച്ചു തിരിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തുവെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ മന്ത്രിയുടെ കൈക്കും കഴുത്തിനും പരിക്കുള്ളതായിട്ടുമാണ് റിപ്പോർട്ട്. അതേസമയം KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടി നടത്തിയ പ്രതിഷേധത്തിൽ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചത്. അറസ്റ്റിലായ KSU ജില്ലാ പ്രസിഡന്റ് അടക്കം 5 പേരെ റെയിൽവേ പോലീസിന് കൈമാറും. അതിക്രമം നടന്നത് റെയിൽവേ സ്റ്റേഷനകത്ത് നിന്നായതുകൊണ്ടാണ് തീരുമാനം. അറസ്റ്റിലായ പ്രവർത്തകർ നിലവിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. MC അതുൽ, CH മുബാസ്, മുഹമ്മദ് യാസിൻ, അക്ഷയ് മാട്ടൂൽ, ബിദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം മൈലപ്ര ബദനി സ്കൂളിലെ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ പെൺകുട്ടിയുടെ അഭിനയ പാടവത്തോടെയാണ് വർഷങ്ങൾക്ക് ശേഷം വീണ ജോർജ് കണ്ണൂരിൽ അഭിനയിച്ച് തകർത്തതെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചത്. വ്യാജ വാർത്തകൾ കൊണ്ട് KSU പ്രവർത്തകരെ കുത്തിവലിയാൻ അനുവദിക്കില്ലെന്നും റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി ചെന്നു എന്നത് യാഥാർത്ഥ്യമാണ്. 4-5 പ്രതിഷേധക്കാരെത്തിയപ്പോൾ മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയത് 25ഓളം പോലീസുകാരാണ്. മന്ത്രിക്കരികിൽ പ്രതിഷേധക്കാരെത്താതിരിക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമരക്കാർക്ക് ആക്രോശിച്ചെത്തിയത് മന്ത്രി വീണ ജോർജ് ആണെന്നും KSU പ്രവർത്തകരെ മന്ത്രി അസഭ്യം പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിക്കേറ്റതായി 2 ദിവസം മുമ്പ് നടന്ന ദേശാഭിമാനിയുടെ പരിപാടിയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു. ഇന്ന് മട്ടന്നൂരിൽ നടന്ന പരിപാടിയിലും മന്ത്രിയുടെ കയ്യിൽ ആ പരിക്കുണ്ട്. KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തിട്ടല്ല മന്ത്രിക്ക് പരിക്കേറ്റത്. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും ദൃശ്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു.